നമസ്കാരം. ഇപ്പോൾ ഞാനുള്ളത് കല്ലടിക്കോടാണ്. കല്ലടിക്കോട് AK ഹാളിന് മുന്നിലാണ്. ഇവിടെ നമ്മളെ കോങ്ങാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയായ തുളസി ടീച്ചർ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവരിപ്പോൾ കോങ്ങാട് മണ്ഡലത്തിൽ 3 സ്ത്രീകളുടെ പോരാട്ടം, 3 സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ്. അപ്പോൾ പൊമ്പിളി പോരാട്ടം എന്ന് പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ പൊമ്പിളി പോരാട്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ UDF സ്ഥാനാർത്ഥി, കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ തുളസി ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ട് നോക്കാം. നമസ്കാരം ടീച്ചർ. നമസ്കാരം. ടീച്ചർ ഇപ്പോൾ ആദ്യമായിട്ടാണ് മത്സരരംഗത്ത് ഇവിടെ കോങ്ങാട് മണ്ഡലത്തിലെ ഫസ്റ്റ് ടൈം അല്ലേ? കോങ്ങാട് മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ 3 സ്ത്രീകളുടെ ശക്തി അല്ലേ, അത് പൊമ്പിളി ഒരുമ മത്സരം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ ഒരു ആത്മവിശ്വാസം, താങ്കൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ 100% ആത്മവിശ്വാസമുണ്ട്. കാരണം നമ്മൾ പോകുന്നിടത്തൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വോട്ടർമാർ മികച്ച പിന്തുണയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരിക്കുന്നത് UDFിൻ്റെ ഭരണസമിതിയാണ് കോങ്ങാട് ബ്ലോക്കിൽ. അതുപോലെ തന്നെ ഈ ജനദ്രോഹ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോയ ഒരു സർക്കാരിനെതിരെ വിധി എഴുതാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ എമ്പാട് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി കോങ്ങാട് നിയോജക മണ്ഡലത്തിലുണ്ടാവും. ഇപ്പോൾ മറ്റേ എതിർ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി അവർ പറഞ്ഞത് വികസന തുടർച്ചയ്ക്ക് അവർ വോട്ട് നൽകണം, ആ രീതിക്ക് സംസാരിക്കാം. അപ്പോൾ ടീച്ചർ സമയത്ത് എന്ത് തോന്നുന്നു ടീച്ചർ? അങ്ങനെ വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുടിവെള്ളമില്ലാതെ അവിടെ കഷ്ടപ്പെടുന്ന വീട്ടമ്മമാരെ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരില്ല. ഈ ഫ്ലെക്സ് ബോർഡുകളിലുള്ള വികസനമല്ല, ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം ഉൾപ്പെടെ, നല്ല റോഡുകൾ ഉൾപ്പെടെ, കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മികച്ച സൗകര്യങ്ങൾ ഉൾപ്പെടെ, നല്ല ആശുപത്രി സൗകര്യങ്ങൾ ഉൾപ്പെടെ, അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മണ്ഡലത്തിൽ വരേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാനടക്കം എല്ലാവരും പറയാം മികച്ച വികസനം കൊണ്ടുവന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്കങ്ങനെ മണ്ഡലത്തിൽ എല്ലായിടത്തും ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വേറെ ഒരു പള്ളി പ്രാഥമിക കേന്ദ്രം ഉണ്ടല്ലോ, അതിന് സ്വാധീനം ടീച്ചർക്ക് നേരിട്ട് ബോധ്യപ്പെട്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്താ അവിടുത്തെ? അതായത് UDF അധികാരത്തിൽ വന്നാൽ അതിനൊരു പാക്കേജ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം ആരോഗ്യ മേഖലയിൽ ഉള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു കോൺക്ലേവ് നടത്തി അതിൽ കൃത്യമായിട്ട് ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ വെല്ലുവിളികളെയൊക്കെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളത് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി കൃത്യമായിട്ടൊരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് UDFിൻ്റെ നയം. അത് സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കും. അത് കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കും. ടീച്ചർക്ക് ഒരു ആത്മവിശ്വാസമുണ്ട് ജയിക്കുന്നത്. ഇനി എന്തിനായിട്ട് മുൻഗണന ടീച്ചർ എന്തിനും മുൻഗണന കൊടുക്കുന്നു? അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഏതൊരു ജനപ്രതിനിധിയുടെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അതിൽ കുടിവെള്ളം വിടും, നല്ല റോഡ് വിടും, അതുപോലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സ്ഥാപനങ്ങൾ, അതിൽ കൂടുതൽ കോഴ്സുകൾ, കോളേജുകളാണെങ്കിൽ, അതുപോലെ തന്നെ നല്ല ആശുപത്രി സംവിധാനം, ഇതെല്ലാം സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളാണ്. അതുപോലെ വീടില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് വികസന പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മണ്ഡലമാണ് കോങ്ങാട് നിയോജകം. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഒരു വിഷയത്തെ മാറ്റി നിർത്തി മറ്റൊരു വിഷയത്തിനെ മാത്രം നമുക്ക് പരിഗണിക്കാനായിട്ട് കഴിയില്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെ നയം. അതുപോലെ പറളി ഭാരത് പോയിൻ്റെ സ്വാധീന ടീച്ചർക്ക് നേരിട്ട് അത് ടീച്ചർ അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ ടീച്ചർ അതിനൊരു പരിഗണന കൊടുക്കുമോ? തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൃത്യമായിട്ട് എല്ലാ തരത്തിലുള്ള ആ വിഷയങ്ങൾ ഉൾപ്പെടെ അതിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ നയം എന്താണെന്ന് നമ്മുടെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മുന്നണിയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും എൻ്റെ പങ്കാളിത്തം അതിലുണ്ടാവുമല്ലോ. വളരെ ആത്മവിശ്വാസത്തോടെ. തീർച്ചയായും. വേറെ വോട്ടർമാരോട് എന്ത് ടീച്ചർക്ക് പറയാനുള്ളത്? വോട്ടർമാരോട് പറയാനുള്ളത്, ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് വിജയിച്ചു വന്നാൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് കാണിച്ചു തരാമെന്നുള്ള ഉറപ്പാണ്. എനിക്കൊരു അവസരം തരണം എന്നുള്ള വളരെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് വോട്ടർമാരോട് പറയുന്നത്. ജനങ്ങൾക്ക് ഒപ്പം ഉണ്ടാവും, കയ്യെത്ത് ദൂരത്തുണ്ടാവും. ഒന്നുകിൽ ജനങ്ങളുടെ ഒരു ഫോണിൻ്റെ അറ്റത്ത്, അല്ലെങ്കിൽ നേരിട്ട് അവരാവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിയുടെ സേവനം എപ്പോഴൊക്കെയാണോ മണ്ഡലത്തിലെ ആളുകൾ ആവശ്യപ്പെടുന്നത് അപ്പോഴൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു അവസരം എനിക്ക് തരണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാവിധ ആശംസയും ടീച്ചർ. താങ്ക് യു. കേട്ടില്ല, ഇതാണ് കോങ്ങാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥിയായ ശ്രീമതി തുളസി ടീച്ചറിൻ്റെ വാക്കുകൾ. വളരെ ആത്മവിശ്വാസത്തിലാണ് അവർ വിജയിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ മുഖച്ഛായ തന്നെ മാറ്റും. അതുപോലെ പള്ളി ആശുപത്രിയുടെ പ്രാഥമിക കേന്ദ്രമായ പള്ളി പഞ്ചായത്ത് ആശുപത്രിയുടെ അവിടെ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരും, പുതിയ പുരോഗമനങ്ങൾ ഉണ്ടാക്കും, ആധുനിക സംവിധാനം കൊണ്ടുവരും. അതേപോലെ പള്ളി ഭാരതപ്പുഴ അതിൻ്റെ ശോചനീയാവസ്ഥയും നല്ല രീതിയിൽ ശോചന മാറ്റി
നല്ല ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കും എന്ന തരത്തിലാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. വളരെ ആത്മവിശ്വാസത്തിലാണ് ശ്രീമതി തുളസി ടീച്ചർ സംസാരിച്ചത്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം, ആര് വിജയിക്കും. ഇന്നലെ 9-ാം തീയതി ഇലക്ഷനാണ്, ഏപ്രിൽ. അല്ലെങ്കിൽ 4-ാം തീയതി റിസൾട്ട് വരും. എന്തായാലും കാത്തിരുന്ന് കാണാം ആര് വിജയിക്കും, കോങ്ങാട് നിയോജകമണ്ഡലത്തിൽ ഏത് സ്ഥാനത്ത് ആരെ വിജയിക്കുക എന്ന് കണ്ടു തന്നെ കാണാം. എന്തായാലും തുളസി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ വിശ്വാസത്തിലാണ് അവർ വിജയിക്കും എന്ന് ഉറപ്പ്. അതായത് രാഷ്ട്രീയ പക്ഷഭേദമന്യേ എല്ലാവരും നല്ല സപ്പോർട്ടാണ് അവർക്ക് കൊടുക്കുന്നതാണ് അവർ പറഞ്ഞത്. എന്തായാലും കാത്തിരുന്ന് കാണാം. 4-ാം തീയതി വരെ കാത്തിരുന്ന് കാണാം.